ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങൾ സംഭവിക്കും എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണി വിട്ട് UDFന്റെ ഭാഗമാകുമോ എന്ന ചർച്ചകൾ സജീവമായിരുന്ന സമയത്താണ് ആ വിസ്മയ പരാമർശം ഉണ്ടായത്. പക്ഷേ ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. എന്നാൽ ചെറിയ വിസ്മയങ്ങളൊക്കെ UDFൽ നടക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിസ്മയമായിരുന്നു CK ജാനുവിന്റെ വരവ്. അത് പക്ഷേ ഇടതു പാളയത്തിൽ നിന്നായിരുന്നില്ല, NDAയുടെ തട്ടകത്തിൽ നിന്നായിരുന്നു എന്നതാണ്. ഇങ്ങനെ മുന്നണികൾ എത്തുമ്പോൾ അവർക്ക് പറയാനുണ്ട് ചിലത്, അവരുടെ ആവശ്യങ്ങൾ എന്ത് എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൽ 2 സീറ്റുകൾ വേണം എന്ന ആവശ്യം ഇപ്പോൾ ഉയർത്തുകയാണ് CK ജാനു. ന്യൂസ് 18നോട് സംസാരിച്ചപ്പോഴാണ് CK ജാനു ഇത്തരത്തിൽ ഒരു ആവശ്യം ഉയർത്തിയത്. ഇക്കാര്യം രേഖാമൂലം തന്നെ നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് CK ജാനു ന്യൂസ് 18നോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ CK ജാനു മറ്റു ചില വിഷയങ്ങളിലും പ്രതികരിച്ചു. അത് മുത്തങ്ങയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനു മുമ്പ് മാനന്തവാടി ബാലുശ്ശേരി സീറ്റുകളാണ് ആവശ്യപ്പെട്ടത് എന്നതുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് CK ജാനു. ഇങ്ങനെ 2 സീറ്റുകൾ മാനന്തവാടിയിലും ബാലുശ്ശേരിയിലും JRPക്ക്, അതായത് CK ജാനുവിന്റെ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം ഔദ്യോഗികമായി തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് CK ജാനു പറഞ്ഞു വെച്ചത്. മറ്റൊന്ന്, മുത്തങ്ങ സമരത്തിലൂടെയാണ് CK ജാനു എന്ന പേര് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിന്റെ മുഖ്യധാരയിലേക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്കും ഒക്കെ ഉയർന്നു വന്നത് എന്നറിയാം. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും മുത്തങ്ങ വിഷയം ഉയർത്തിക്കാണിക്കുന്നുണ്ട് CK ജാനു എന്നതാണ്. സമരവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് മാപ്പില്ല എന്ന് പറയുകയും അന്നത്തെ സർക്കാരിന് മാത്രമല്ല സംഭവങ്ങളുടെ ഉത്തരവാദിത്തം എന്നുകൂടി CK ജാനു പറഞ്ഞു വെച്ച സാഹചര്യം ആണ് ഉള്ളത്. CPIMനും BJPക്കും ഈ സംഭവത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഗോത്രവർഗക്കാർക്ക് UDF പല നല്ല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്ന് CK ജാനു പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മനുഷ്യരായി പോലും ഈ ഗോത്രവർഗ വിഭാഗക്കാരെ ഇടതുപക്ഷം പരിഗണിക്കുന്നില്ല എന്ന വിമർശനം ഇടതുപക്ഷത്തിന് നേരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് CK ജാനു എന്നതാണ്. ആദിവാസികളെ മനുഷ്യരായി പോലും കാണുന്നില്ല CPIM എന്ന രൂക്ഷമായ വിമർശനം ആണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അധികാരം സാധാരണക്കാരിലേക്ക്, താഴെ തട്ടിലേക്ക്, ദളിതരിലേക്ക്, പിന്നോക്കക്കാരിലേക്കൊക്കെ എത്തണം എന്ന ആവശ്യം JRP മുന്നോട്ട് വയ്ക്കുന്നത് എന്നതുകൂടിയായിരുന്നു CK ജാനുവിൻ്റെ പ്രതികരണം. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോടാണ് CK ജാനു സംസാരിച്ചത്. എന്താണ് ജാനു പറഞ്ഞത് കേട്ടുനോക്കാം. തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് മുന്നണികളും പാർട്ടികളും നീങ്ങുമ്പോൾ നമുക്കൊപ്പം JRP നേതാവ് CK ജാനു ആണുള്ളത്. പുതിയ മുന്നണിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ മുന്നണിയുടെ ഒരു പ്രതീക്ഷകൾ? എന്താണ് ഈ മുന്നണിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? മുന്നണിയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. അതായത് ഒരു ജനാധിപത്യ സഖ്യം, അതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ജനാധിപത്യ മര്യാദ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുക്കുകയോ അത് പ്രാവർത്തികമാകുകയോ ആളുകൾക്ക് പ്രയോജനം എത്തുകയും ചെയ്തത് UDF മുന്നണിയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ശരിക്കും ആ ഒരു കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് ആ ഒരു മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളുടെ ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഞങ്ങളുടെ കേരളത്തിലുള്ള 14 ജില്ലയിലുള്ള ജില്ലാ കമ്മിറ്റി പൂർത്തീകരിച്ചു. അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു മീറ്റിംഗാണ് ഇവിടെ നടന്നത്. ഈ ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങിൽ തീരുമാനമാക്കിയത് ശരിക്കും UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് അധികാരത്തിലേക്ക് ഏറ്റുന്ന ഒരു ദൗത്യം ഈ ആളുകളുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തമായിട്ട് നടത്തുന്ന ഒരു സമീപനം, അതാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തത്. ആളുകൾ താഴെത്തട്ട് തുടങ്ങിയുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു വർക്കിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് JRP അടക്കമുള്ള ആളുകൾ. എത്ര സീറ്റുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? എവിടെ മത്സരിക്കാനാണ്? എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ഒഴിവാക്കാൻ പറ്റില്ല. എവിടെയൊക്കെയാണ് മത്സരിക്കാൻ താല്പര്യമുള്ളത്? ഇപ്പോൾ നമ്മൾ 2 സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ബാലുശ്ശേരിയും ഒന്ന് മാനന്തവാടി മണ്ഡലവുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അവർ രേഖാമൂലം ലെറ്റർ കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത നാളുകൾ അതിൻ്റെ ഒരു ചർച്ചയുണ്ട്. അപ്പോൾ ആ ചർച്ചയിലൂടെയൊക്കെ ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല നിലപാട് വരും. നമ്മൾ കൊടുത്തപ്പോൾ ആരും എതിരായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം അതൊന്നും നടന്നിട്ടില്ല. നേരത്തെ മുന്നണിയിലേക്ക് വരുന്ന സമയത്ത് ധാരണകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മത്സരിക്കാൻ തരുന്ന സീറ്റുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ എവിടെ തരും, അങ്ങനെ എന്തെങ്കിലും ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ വന്നു? ഇല്ല, അങ്ങനെ ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തില്ല. മുന്നണിയിലേക്ക് വരിക എന്നുള്ള ഒരു ചർച്ച മാത്രമാണ് നടന്നിട്ടുള്ളൂ. അതിനുശേഷമാണ് പിന്നീട് ഈ സീറ്റ് പോലെയുള്ള ഒരു സംഭവത്തിൻ്റെ ഇതിലേക്കൊക്കെ JRP തീരുമാനം എടുത്തത്.
അപ്പം ഒരു സീറ്റെങ്കിലും വേണം, അതോ 2 സീറ്റും വേണം എന്ന് തന്നെയാണോ JRP? 2 സീറ്റും വേണം എന്നുള്ള അഭിപ്രായത്തിലാണല്ലോ കൊടുക്കുന്നത്. അല്ലാതെ അതിൽ ഒരു വീഴ്ച എന്നല്ല, കാരണം അതിനുള്ള ശക്തിയുണ്ട്. ഇത്ര അവര് നമ്മളെ പരിഗണിക്കണം, ആ രീതിയിലേക്ക് പരിഗണിക്കണം. അല്ല, ഈ 2 സീറ്റുകൾക്കുള്ളൊരു സ്വാധീനം ശേഷിയൊക്കെ പാർട്ടി ഉണ്ട്, വളരെ കൃത്യമായിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇടപെടൽ നടത്തിയത്. ഈ മാനന്തവാടി പോലുള്ള ഇടങ്ങൾക്ക് ഒരു സ്വാധീന മേഖലയെന്ന് പറയാം. ഈ ബാലുശ്ശേരിയിൽ നല്ല സ്വാധീന മേഖലയാണുള്ളത്. നല്ല വോട്ട് പാറ്റേൺ JRPയുടേതായിട്ട് ബാലുശ്ശേരിയിലുണ്ട്. ഈ NDAയുടെ പക്കല് പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണോ പോരേണ്ട വന്നത്? അതോ അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ NDAയുടെ ഒപ്പം നമ്മൾ മുന്നണി എന്നുള്ള നിലയിലാണ് നിന്നത്. നമ്മൾ BJPയിൽ ഡയറക്ടർ പോകുന്ന അങ്ങനെ ഒരു നിലപാടല്ലല്ലോ എടുത്തത്. അപ്പോൾ മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിക്കേണ്ട ഒരു കാര്യങ്ങളും അവർ ചെയ്യാതെ വന്നപ്പോൾ അതിനകത്ത് നിന്നിട്ട് തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വിട്ട് UDF പോലെയുള്ള ഒരു മുന്നണിയിലേക്ക് വന്നത്. ഈ മുത്തങ്ങ സമരം പോലെ ആദിവാസികൾക്ക് ഒരുപാട് മുറിവേറ്റ കാര്യങ്ങൾ ഉണ്ടായത് UDF ഭരണത്തിലായിരുന്നു. അപ്പോൾ അത്തരം മുന്നണിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വലിയ വിമർശനമൊക്കെ പല കോണിൽ നിന്ന് വന്നു. ആ മുറിപ്പാടുകൾ അത്ര പെട്ടെന്ന് മായുന്ന പാടുകളാണോ, അതോ മാഞ്ഞു കഴിഞ്ഞു? ആ മുറിപ്പാടൊന്നും ഒരിക്കലും മാറില്ല. അത് ആളുകളുടെ മരണത്തോടൊപ്പമേ അത് മാറും. പക്ഷേ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ നിലപാടെടുത്ത് വരേണ്ടത് ഈ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലപാട് കൃത്യമായിട്ട് എടുക്കണം. അതുമാത്രമല്ല, ഇപ്പം മുത്തങ്ങ സമരത്തിനകത്ത് സംഭവം നടക്കുമ്പോൾ അത് UDF മാത്രമല്ല, അവിടെ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റും ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ സമരത്തിനെ എതിർത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ ഒരു എതിർപ്പിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ സംവിധാനമൊക്കെ വന്നിരിക്കുന്നത്. ഭരണത്തിലിരുന്നത് UDF ആണെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഭരണത്തിലിരുന്നത് UDF മാത്രം എന്നുള്ളത്. ഇപ്പൊ അതിന്റെ പേര് പറഞ്ഞ് ഓരോ കോളനികൾ തോറും CD ഒക്കെ കാണിച്ച് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നപ്പോൾ അവർ ചാർജ് ചെയ്യാതെ വെച്ച 2 കേസ് ഇവർ ചാർജ് ചെയ്ത് തരുന്ന പണിയാണ് അവർ ചെയ്തു തന്നത്. CPM-നപ്പോൾ ആ ഒരു നിലപാടിൽ ഒരു ആർജവുമില്ല. ഇപ്പോൾ അവരുടെ CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് മൈസൂർ റോഡ് 3 ദിവസം ധർണ നടത്തി ക്ലോസ് ചെയ്തിട്ട് ഈ ആളുകളെ കുടിയിറക്കിയില്ലെങ്കിൽ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞത്. അവർക്ക് അപ്പോഴും ഈ ആളുകളോട് യാതൊരു കമ്മിറ്റ്മെന്റോ സംവിധാനമോ ഒന്നും ഇല്ല. ഈ സംവിധാനത്തെ തകർക്കണം എന്നുള്ള ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അവരോടൊപ്പം ചേരണമെന്നൊരു കാലത്തും തോന്നിയിട്ടില്ലേ? ഈ LDF-നൊപ്പം അവര് ഞങ്ങളെ മനുഷ്യരായിട്ടേ പരിഗണിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ അവരുടെ കൂടെ ചേരുന്നത്? CPM പരിഗണിക്കുന്നില്ല. ഇല്ല, അവരായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. അവർ ഇത്രയും കാലമായിട്ട് പരിഗണിച്ചിട്ടില്ലല്ലോ. അവരുടെ തന്നെ ക്ഷേമസമിതിയൊക്കെ ഉള്ളതുകൊണ്ടാവുമോ, അല്ലോ അതോ ഇതിനെ വിഭജിക്കാം? മഹാസഭയെ തകർക്കാൻ വേണ്ടി ക്ഷേമസമിതി ഉണ്ടാക്കുന്ന പണിയല്ലേ അവർ ചെയ്യുന്നത്. അത് ഈ വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ട് വരരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിലാണല്ലോ അത് ചെയ്യുന്നത്. അത് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിരുദ്ധമല്ലേ? അതിനകത്ത് ജാതി മതമൊന്നുമില്ല, 2 വർഗം, തൊഴിലാളി മുതലാളി എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ജാതി സംഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് അവരെന്നെ തകർത്തില്ലേ? എന്തായാലും സീറ്റ് ലഭിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ്. ഉറപ്പായിട്ടും. എന്തായാലും പുതിയ മുന്നണിയിലേക്കുള്ള പ്രവേശനമാണ്. അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. 2 സീറ്റുകൾ മാനന്തവാടിയിലും ബാലുശ്ശേരിയിലും ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. CPM ഒരു മനുഷ്യരായി പോലും തങ്ങളെ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല എന്ന വിമർശനവും CK ജാനു പങ്കുവയ്ക്കുന്നു. ഒപ്പം UDF കാലത്താണ് മുത്തങ്ങ സമരം പോലെയുള്ള രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഉണ്ടായതെങ്കിലും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം UDF-ന് മാത്രമല്ല BJPക്കും CPM-നും ഒക്കെ ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെന്നുമാണ് CK ജാനു പറയുന്നത്. NDAയുടെ ഭാഗമായിരുന്ന CK ജാനു ആ മുന്നണി വിട്ട് UDF-ലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഇടം ലഭിക്കുമോ? 2 സീറ്റുകളാണല്ലോ അനീഷ് CK ജാനു ആവശ്യപ്പെടുന്നത്. നിലവിലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CK ജാനുവിന് ഇപ്പോൾ ഇപ്പോൾ സണ്ണി കബിക്കാടിനെ പോലെയുള്ള പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന്. പക്ഷേ അതിൽ ചില എതിർപ്പുകൾ പ്രാദേശികമായി ഉണ്ട് എന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ദളിതർക്ക് വേണ്ടി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ അടക്കം സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കുവാനുള്ള നീക്കം UDF-നുണ്ട് എന്നത് വസ്തുതയാണ്. അതിനോട് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പൂർണ്ണമായി പിന്തുണയ്ക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം. ഇവിടെ CK ജാനുവിനെ പോലെ ഒരു നേതാവിൻ്റെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ആ സീറ്റ് ആവശ്യത്തിൽ അവർ ഒരു ആവശ്യമെന്നതിനപ്പുറത്ത് ഉറച്ചു നിൽക്കുന്ന ആവശ്യമായി അതിനെ വിലയിരുത്തേണ്ടതുണ്ടോ?
അഭിലാഷ്, തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു അസോസിയേറ്റ് മെമ്പറായി ഈ JRP എന്ന പാർട്ടി CK ജാനു അടക്കമുള്ള പാർട്ടി ഈ UDF-ലേക്ക് വരുന്നത്. അതിനു മുമ്പ് ദീർഘനാൾ NDA സഖ്യത്തിനൊപ്പമായിരുന്നു അവർ നിലയുറപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ചാണ് അവർ NDA വിടുകയും UDF-നൊപ്പം ചേരുകയും ചെയ്തത്. പക്ഷേ UDF-ലേക്ക് ചേരുമ്പോൾ ഉപാധികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് UDF നേതാക്കളടക്കം പറയുന്നത്. പക്ഷേ 2 സീറ്റിന് തങ്ങളുടെ പാർട്ടിക്ക് അർഹതയുണ്ട് എന്ന് അവർ പറയുന്നു. പ്രത്യേകിച്ചും സംവരണ സീറ്റുകളായി ലഭിക്കുന്ന മാനന്തവാടിയും ഒപ്പം ബാലുശ്ശേരിയും, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയും വയനാട്ടിലെ മാനന്തവാടി 2 സീറ്റുകളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇക്കാര്യം സംസ്ഥാന UDF നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് CK ജാനു നമ്മോട് പറഞ്ഞത്. പക്ഷേ UDF-ൻ്റെ ഒരു ആദ്യഘട്ട ചർച്ചകൾ കഴിയുമ്പോൾ CK ജാനുവിൻ്റെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് UDF എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. CK ജാനുവിനെ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതേ തുടർന്ന് JRP-ക്കുള്ളിൽ വലിയ ഒരു രോഷം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ഈ വയനാട് ജില്ലാ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും സ്വന്തമായി മത്സരിക്കാൻ, അല്ലെങ്കിൽ JRP-യുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങി മത്സരിക്കാൻ, അത് മാനന്തവാടിയിൽ മാത്രമല്ല സുൽത്താൻ ബത്തേരിയിലും സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കണം എന്ന അഭിപ്രായം പ്രകടമാക്കി കഴിഞ്ഞു. പക്ഷേ CK ജാനു ഇതിനോട് പൂർണ്ണമായും ഒരു പച്ചക്കൊടി കാണിച്ചിട്ടില്ല. കാരണം ഹൈക്കമാൻഡിന് ഈ സംബന്ധിച്ച് താൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ ഭാരത് യാത്രയിലൊക്കെ അടക്കം ഈ ആദിവാസി പ്രശ്നങ്ങൾ, ഗോത്ര മേഖലയിലെ പ്രശ്നങ്ങൾ, പട്ടികജാതിക്കാരുടെ വിഷയങ്ങൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഒരു വലിയ പോരാട്ടം നടത്തിയത്. അത്തരമൊരു പോരാട്ടം നടത്തുന്ന മുന്നണി ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അത്തരം മേഖലകളിൽ നിന്നുള്ളവരെ, മുന്നണി പോരാളികളെ നിർത്തണം എന്ന ആവശ്യമാണ് CK ജാനു മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഒരു JRP-യുടെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡുമായി ഇക്കാര്യം ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമാവും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സണ്ണി കബിക്കാടിനെ പോലെയുള്ള ദളിത് ചിന്തകരെയൊക്കെ അണിനിരത്തിയ ഒരു പോരാട്ടത്തിലാണ് ഇത്തവണ UDF കോപ്പ് കൂട്ടുന്നത്. അതുകൊണ്ട് ഈ CK ജാനുവിനെ പോലുള്ള ആളുകളെ പൂർണ്ണമായി തടഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ JRP നൽകുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാവും. എന്തായാലും നിലവിലെ ധാരണകൾ അനുസരിച്ച് CK ജാനുവിൻ്റെ പാർട്ടിക്ക് സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ സാധ്യതയില്ല. പക്ഷേ ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ മാനന്തവാടി സീറ്റിൽ PK ജയലക്ഷ്മിയും മുൻ മന്ത്രിയൊക്കെ അടക്കമുള്ള ആളുകൾ മത്സരിക്കാൻ പോകുന്ന സീറ്റാണ്. ബാലുശ്ശേരിയിൽ ധർമ്മജനൊക്കെ കഴിഞ്ഞ മത്സരിച്ച സീറ്റ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഇത്തവണ ഉള്ള സീറ്റുകളാണ് കോൺഗ്രസിന് ഇത് രണ്ടും. അതുകൊണ്ട് ഇവ വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ല. എന്തായാലും സീറ്റുകൾ വിട്ടുകൊടുക്കില്ല. ഒരു പക്ഷേ വിജയിച്ചാൽ അല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ആയിരിക്കാം ഓഫറുകൾ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇതോടൊപ്പം തന്നെ ഈ NDA-യുടെ ഭാഗമായി നിന്ന CK ജാനു മുന്നണി വിട്ട് UDF-ലേക്ക് എത്തുന്നു. അതേസമയം തന്നെ ഇടതുപക്ഷത്തിന് നേരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളെ മനുഷ്യരായി പോലും കാണുന്നില്ല CPIM എന്ന അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായിരുന്നു CK ജാനു ഇത്തരം ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി, അനീഷ്? തീർച്ചയായും CPM-നെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം NDA പോലൊരു മുന്നണിയിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് JRP എത്തുന്നു. ഇതിനുശേഷം UDF എന്ന കക്ഷിയിലേക്ക് എത്തുമ്പോഴും ഈ ദളിത് വിഭാഗങ്ങളിലും പട്ടികജാതി വർഗത്തിനും ഇടയിലൊക്കെ നല്ല സ്വാധീനമുള്ള CPM-ലേക്ക് എന്തുകൊണ്ട് പോകാൻ നീക്കം നടത്തുന്നില്ല എന്ന ചോദ്യത്തിനാണ്. തങ്ങളെ ഒരു മനുഷ്യവർഗമായി പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്തവരാണ് CPM എന്ന് അവർ പറയുന്നു. പ്രത്യേകിച്ചും ഈ ആദിവാസി ഗോത്ര മഹാസഭ പോലുള്ള സംഘടനകളെ പിളർത്താനായി ഈ ഗോത്രമേഖലയിലും ആദ്യം ആളുകളെ സംഘടിപ്പിച്ചു തുടങ്ങിയ CK ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. പക്ഷേ അതിനെ ഭിന്നിപ്പിച്ച് ആദിവാസി ക്ഷേമ സമിതി എന്ന ഒരു സംഘടന തന്നെ CPM ഉണ്ടാകുന്നു. കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരു കാലത്തും ആദിവാസികൾ സംഘടിക്കരുത്, അല്ലെങ്കിൽ ദളിത് പിന്നാക്ക വിഭാഗക്കാർ സംഘടിക്കരുത് എന്ന ഒറ്റ ലക്ഷ്യവുമായാണ് CPM വന്നത്. അങ്ങനെ തങ്ങളെ പിളർത്തി മാറ്റി ഒരു വിഭാഗത്തെ സ്വന്തമാക്കിയായിരുന്നു CPM ലക്ഷ്യമിട്ടതെന്നും അവർ പറയുന്നു. നമുക്കറിയാം, അടുത്ത കാലത്തൊക്കെ ഈ നരിവേട്ട പോലുള്ള ചിത്രങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ വലിയ ചർച്ചയായി വീണ്ടും ഈ മുത്തങ്ങ സമരം മറ്റുമൊക്കെ മാറുകയും ചെയ്തു. അന്നത്തെ സംഭവങ്ങളെ പറ്റിയുള്ള വീണ്ടും ചർച്ചകളൊക്കെ സമൂഹത്തിൽ ഉയരുകയും ചെയ്തു. UDF സർക്കാരിൻ്റെ കാലത്താണ് ഈ മുത്തങ്ങ സംഭവം നടക്കുന്നത്. പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം UDF-ന് മാത്രമല്ല എന്ന് ഇപ്പോൾ CK ജാനു പറഞ്ഞു വെക്കുന്നു. ഒരു കാലത്തും മായാത്ത മുറിവുകളാണ് ആ സമരം
ആദിവാസികൾക്ക് സമ്മാനിച്ചത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം UDF അല്ലെങ്കിൽ കോൺഗ്രസിന് മാത്രമല്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. CPM-നും BJP-ക്കും അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം പ്രായോഗികമായ ഒരു തലത്തിലേക്കാണ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഇത്തരമൊരു അതിജീവന ആവശ്യം നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് UDF-നോട് ചേരുക എന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. എന്തായാലും CPM-ന് ഇപ്പോഴും നിശ്ചിതമായി തന്നെ വിമർശിച്ചാണ് CK ജാനു രംഗത്തെത്തിയിരിക്കുന്നത്. യെസ്, എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ CK ജാനുവിൻ്റെ നിലപാട് എന്ത് എന്നതാണ് വ്യക്തമാക്കുന്നത്. സീറ്റ് ആവശ്യത്തിലേക്ക് വരുന്നു എങ്കിൽ പോലും ആ സീറ്റുകൾ പ്രത്യേകിച്ച് ബാലുശ്ശേരിയും മാനന്തവാടിയും വിട്ടു നൽകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് കോൺഗ്രസ് CK ജാനുവിനെ ധരിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം NDA-ക്കും അല്ലെങ്കിൽ BJP-ക്കുമെതിരെ വിമർശനം ഉന്നയിക്കുന്നു. CPM-നെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന നിലപാടാണ് CK ജാനു ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.